സിദ്ധു സാറേ, സാറിനെ കുഞ്ഞിലെ മുതൽ കാണുന്ന ഞാൻ നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് വാസുദേവൻ സാറിനെ കണ്ടിരുന്നു. ദേവിക മാഡത്തിന്റെ അവസ്ഥയും അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോ അതിനെപ്പറ്റിയും ചിന്തിക്കാൻ പറ്റിയ അവസ്ഥയല്ല. 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സിനിമ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കഴിയും. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി ആകുമ്പോൾ ഹൈദരാബാദ് ഫിലിം സിറ്റി പോയേ പറ്റൂ. ഇടയ്ക്കുള്ള 2 ദിവസത്തെ ഗ്യാപ്പിന് നമുക്ക് ദേവിക മാഡത്തെ കാണാൻ പോവാം. സാറിന് സാറിന്റെ അമ്മയെ കൂടി ഇരിക്കാം. അല്ലാതെ ഇപ്പോ അതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിച്ചിരിക്കുമല്ല വേണ്ട സാറേ. മനസ്സിൽ മുഴുവൻ അമ്മയാണ് പിള്ളച്ചേട്ടാ. അമ്മയുടെ അവസ്ഥയാ. അതൊക്കെ മറന്ന് ചെയ്യാവുന്നെല്ലാം ചെയ്തില്ലേ സാറേ. അമേരിക്കയിൽ വരെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ. അല്ലാതെ നമ്മളൊന്നും ചെയ്യാഞ്ഞിട്ടല്ലല്ലോ. പക്ഷേ ഇപ്പൊ എല്ലാം മറന്ന് സാറ് വന്നേ പറ്റൂ. ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ചാർലി ചാപ്ലിന്റെ റിയൽ ലൈഫിൽ ഒത്തിരി ദുഃഖങ്ങൾ നേരിട്ട മനുഷ്യനായിരുന്നു. ലോകം കൊമേഡിയനായിട്ട് മുദ്രകുത്തിയ ആ മനുഷ്യൻ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം അതൊക്കെ മനസ്സിൽ വെച്ച് ജീവിച്ചോ? ഇല്ല. ഓരോ സ്റ്റേജിലും കയറി മനുഷ്യരെ കൂടുതൽ ചിരിപ്പിച്ചു. അതാണ് നടൻ. ജനമനസ്സുകൾ നെഞ്ചിലേറ്റിയ ഒരു നടന് അവരോട് കുറച്ചധികം റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട് സാറേ. അത് മറന്നുപോകരുത്. പിള്ളച്ചേട്ടാ, സാറിനെ എനിക്കറിയാം. പുറത്ത് കാണിക്കുന്ന ഈ ഗൗരവത്തിന്റെ കാരണം എല്ലാം എനിക്കറിയാം. ഒരു വേലക്കാരന്റെ സ്ഥാനമല്ല, മറിച്ചൊരു കുടുംബാംഗത്തെ പോലെയാ വാസുദേവൻ സാറും ഇപ്പൊ സാറും എന്നെ കാണുന്നു. അതുകൊണ്ട് പറയുക സാറേ, സാറ് വരണം. ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി ഓർത്ത്, അവരുടെ കുടുംബത്തെ പറ്റി ഓർത്തെങ്കിലും സാറ് വരണം. ഇതെൻ്റെ ഒരു അപേക്ഷയാ. പ്ലീസ്. ഇനി സാറിന് പറ്റില്ലെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഞാൻ തന്നെ പറഞ്ഞോളാം. നഷ്ടപരിഹാരമായിട്ട് അവരാവശ്യപ്പെടുന്ന തുകയും കൊടുക്കാം. സിദ്ധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ശേഷം ഒന്ന് തിരിഞ്ഞിടുന്ന പിള്ള ചേട്ടാ, പ്രതീക്ഷിച്ച പോലെ തന്നെ അവന്റെ വിളിയേട്ടത് സന്തോഷത്തോടൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ വരാം. കോസ്റ്റ്യൂമേഴ്സിനോടും മേക്കർമാനോടും ഹെയർ സ്റ്റൈലിസ്റ്റിനോടും വരാൻ പറഞ്ഞോളൂ. ഇപ്പൊ പറയാം സാർ. ഇപ്പൊ പറയാം. അതീവ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ തിരിഞ്ഞടന്നു പോയി. അടുത്ത ദിവസം രാവിലെ, ചേച്ചി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഞാൻ പൊക്കോട്ടെ ചേച്ചി പ്ലീസ്. തൊഴുത്തിൽ നിന്ന് പശുവിനെ കുളിപ്പിക്കുന്ന മീനുവിനടുത്തായി നിന്ന് കിച്ചു കൊഞ്ചലോടെ പറയുമ്പോൾ കയ്യിൽ നിന്ന് മഗ്ഗ് തിരിച്ച് ബക്കറ്റിലേക്ക് ഇട്ട ശേഷം ദേഷ്യത്തോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി. ദേ ചെക്ക, അടുത്ത ആഴ്ച നിനക്ക് പരീക്ഷ. അത് മറന്ന് നീ ഷൂട്ടിംഗ് കാണാൻ പോകാൻ നിൽക്കുന്നത്. ഇന്നലെ മുതൽ ഞാൻ നിന്നോട് പറയുന്നല്ലേ പോണ്ടാന്ന്. നിനക്ക് മലയാളത്തിൽ പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്ത? മര്യാദക്ക് പോയിരുന്ന് പഠിച്ചോ, അത് ഞാൻ വടിയെടുക്കും, പറഞ്ഞേക്കാം. അവന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് തന്നെ പശുവിനെ കുളിപ്പിക്കാനുള്ള ചകിരിയെടുത്ത് പശുവിന്റെ പുറത്ത് തേച്ചു തുടങ്ങി. ചേച്ചി, ഈ നാട്ടിലുള്ള എല്ലാവരും ഷൂട്ടിംഗ് കാണുമ്പോൾ സിനിമാ നടൻ സിദ്ധാർത്ഥന് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു അവസരം. എന്റെ കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാവരും പോകും. അവർക്ക് പോകുമ്പോൾ ഞാൻ മാത്രമായിട്ട് എങ്ങനെ ചേച്ചി പോവാതിരിക്കുന്നേ? എല്ലാവരും കൂടെ പോകുമ്പോൾ പോവാത്തതായിട്ട് ആരെങ്കിലും ഒരാൾ വേണ്ടേ? എന്നാലല്ലേ അവർക്കൊക്കെ അവിടെ നടന്ന വിശേഷങ്ങൾ നിന്നോടൊന്ന് പറയാൻ പറ്റൂ. വിശേഷം കേൾക്കാൻ ഒരാൾ വേണമല്ലോ. പശുവിന്റെ പുറം തേച്ചുകൊണ്ട് തന്നെ നിസ്സാരഭാവത്തിൽ മീനാക്ഷി പറഞ്ഞു. ചേച്ചി, അച്ഛനോട് ചോദിച്ചപ്പോൾ ചേച്ചി സമ്മതിച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. ഇന്നാകുമ്പോൾ സ്കൂളിൽ ലീവാ. അല്ല, ചേച്ചിക്ക് നാളെ സിദ്ധാർത്ഥനെ കാണുമെന്ന് ആഗ്രഹമില്ലേ? കണ്ടിട്ടിപ്പോ എന്തിനാ? ഈ പശുവിനെ വന്ന് കുളിപ്പിക്കും അയാള്? ഇടുപ്പിൽ കൈകുത്തിന്നുകൊണ്ട് അവൾ ചോദിച്ചു. എന്റെ ചേച്ചി ഇങ്ങനൊരു സാധനമായി പോയല്ലോ. 20 വയസ്സേ ആയിട്ടുള്ളൂവെങ്കിൽ എന്താ? കോഴികളുടെയും പശുക്കളുടെയും കൂടെ നിന്ന് മുരടിച്ചു പോയി ചേച്ചിയുടെ മനസ്സ്. 20ന്റെ അല്ല 80ന്റെ ചിന്താഗതിയാ ചേച്ചിക്ക്. അതെ, മുരടിച്ചു പോയി. അങ്ങനെ മുരടിച്ചു പോയതുകൊണ്ട് എന്താ? ഈ പശുക്കളുടെയും കോഴികളുടെയും കനി കൊണ്ട് തന്നെയാ നമ്മളിവിടെ ജീവിക്കുന്നത്. അല്ല, നീ പറഞ്ഞ സിദ്ധാർത്ഥനെ കണ്ടിട്ടൊന്നല്ല. അയാൾ ഇന്ന് വന്നിട്ട് നാളെ പോവും. അയാളെ കണ്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. എന്നാൽ ഇവരൊക്കെ അങ്ങനെയാണോ? പിന്നെ ഗുണമുള്ള കാര്യം മാത്രം ചെയ്യാൻ ചേച്ചി അംബാനിയില്ലേ? എന്റെ പൊന്നു ചേച്ചി പ്ലീസ്. ഈ നാട് മൊത്തം ഇന്ന് നെൽവയലിൽ ഷൂട്ടിംഗ് കാണാനുണ്ടാവും. കൂടുതൽ ഞാനും ചേച്ചി മാത്രം അവിടെ. പ്ലീസ് ചേച്ചി, ഞാൻ ഒന്ന് പൊക്കോട്ടെ. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. കൂടുതൽ നീ ചിങ്ങാതെ പോയി പഠിക്കാൻ നോക്ക്. അല്ലെങ്കിലും ചേച്ചി ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം. ഞാൻ അമ്മയില്ലാത്ത കുട്ടിയായി പോയില്ലേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്റെ സങ്കടം കാണുമ്പോൾ പൊക്കോളം പറയായിരുന്നു. ആരോടുന്നില്ല പറഞ്ഞുകൊണ്ട് തന്നെ കിച്ചു പിന്തിരിഞ്ഞ് നടന്നു. എന്നാൽ അവൻ പറഞ്ഞ ആ വാചകം മീനാക്ഷിയുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു. കിച്ചുട്ടാ. പിന്നിൽ മീനാക്ഷിയുടെ ശബ്ദം കേട്ടതും പ്രതീക്ഷയോടെ തന്നെ തിരിഞ്ഞു നോക്കി. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോയിക്കോ. മീനാക്ഷി പറയുമ്പോൾ നിറഞ്ഞ ചിരിയോടെ വീണ്ടും അവൾക്ക് അടുത്തേക്ക് വന്ന് കിച്ചു. സത്യമാണ് ചേച്ചി, ഞാൻ പൊക്കോട്ടെ. കൂടുതൽ നിന്ന് ചുറ്റിത്തിരിയാതെ വേഗം വന്നേക്കണം. നിന്റെ കൂട്ടുകാരന്മാരെ കൂടെ വിളിക്കാതെന്താ? കൂട്ടുകാരന്മാർ മാത്രമല്ല, കൂട്ടുകാരികൾ അവിടെ ഉണ്ടാവും. അവർക്ക് വെളുപ്പംകാലത്ത് മുതൽ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ചേച്ചിയുടെ അനുവാദം കിട്ടാൻ വേണ്ടിയല്ലേ ഇത്രയും നേരം കാത്തുന്നു. ഇപ്പൊ സന്തോഷായി. ഞാൻ പോയിട്ട് വേഗം വരാം ചേച്ചിക്കുട്ടി. അതും പറഞ്ഞ് മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചു കിച്ചു. ശേഷം പിന്നാമ്പുറത്തെ അടുക്കള വാതിൽ വഴി അകത്തേക്ക് വളരെയധികം സന്തോഷത്തോടെ ഓടിപ്പോകുന്ന കിച്ചുവിനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു മീനാക്ഷി. കുളിച്ചിറങ്ങി നല്ലൊരു പാന്റ് ഷർട്ടൊക്കെ ഇട്ട് റൂമിന് പുറത്തേക്ക് വരുമ്പോൾ കണ്ടത് ഹാളിലെ ഡൈനിങ് ടേബിളിന്റെ അടുത്തായിട്ടുള്ള വാഷേരിയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു കണ്ണാടിയിൽ നോക്കി തലമുടി ചെയ്യുന്ന മീനാക്ഷിയാണ്.
മീനാക്ഷി വേഷം മാറിയിരിക്കുന്നു. പുതിയൊരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടതും സംശയഭാവത്തിൽ തന്നെ അവൾക്കടുത്തേക്ക് വന്ന് കിച്ച്. അല്ല ചേച്ചി ഇത് എവിടെ പോവാ? മീനാക്ഷിക്ക് പിന്നിലായി നിന്ന് കിച്ച് ചോദിക്കുമ്പോൾ അവൻ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഈ നാട് മുഴുവൻ ഷൂട്ടിംഗ് കാണാൻ പോകുമ്പോഴേ മീനാക്ഷി മാത്രം പോയിരിക്കും തെറ്റല്ലേ? നടൻ സിദ്ധാർത്ഥിനൊന്ന് കാണുന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. വേറൊന്നിനല്ല, സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാ. മീനാക്ഷി പറയുന്ന കേട്ട് കിച്ചുവും ചിരിച്ചു. എന്റെ ചേച്ചി, അപ്പൊ ചേച്ചിക്ക് ഷൂട്ടിംഗ് ആണെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് എന്തിനായി നീ ജാട? അങ്ങനെ ആഗ്രഹമൊന്നുമല്ല. ഇവരൊക്കെ കണ്ടിട്ട് ഇപ്പൊ നമുക്കെന്താ പ്രയോജനം? കൂടിപ്പോയാൽ കൂടുതൽ ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ എന്തിനാ? നമ്മൾ ആരാധിക്കുന്ന സിനിമയിൽ കൂടെ മാത്രം കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് പറയുന്ന നിസ്സാര കാര്യമാണോ? ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഷൂട്ടിന് വന്നുകൊണ്ട് നമുക്ക് സിദ്ധാർത്ഥ സാറെ നേരിൽ കാണാൻ ഒരു അവസരം കിട്ടി. അല്ലെങ്കിൽ ഈ ജന്മം നമുക്ക് ഇതുപോലുള്ള മനുഷ്യന്മാരെ കാണാൻ പറ്റുമോ? ഇതിപ്പോ നമുക്ക് ഗമയോടെ എല്ലാവരോടും പറയാലോ നമ്മൾ സിനിമാതോടെ സിദ്ധാർത്ഥിനെ കണ്ടിട്ടുണ്ടെന്ന്. നീ പറയുന്നൊക്കെ ശരിയാ. അതുകൊണ്ട് തന്നെയാ നിന്റെ കൂടെ ഞാനും വരാന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ചു നെൽവയിലല്ലേ ഷൂട്ടിങ്? അതേ ചേച്ചി, ചുറ്റിനും കയറി കെട്ടി തിരിച്ച ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാ കേട്ടത്. കൂട്ടത്തിൽ ആളുകൾ നിയന്ത്രിക്കാൻ പോലീസും ഉണ്ടത്രേ. ഇത്രയും വലിയ നടനെയൊക്കെ കാണാൻ ഈ നാട് മുഴുവൻ അവിടെ ഉണ്ടാവും. അപ്പൊ നല്ല തിരക്കായിരിക്കില്ല കിച്ചു. നമ്മളെങ്ങനെ അയാൾ കാണും? ദൂരെ മാറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. എന്തായാലും അടുത്തു പോകാൻ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുമെന്ന് ഉറപ്പാ. എന്തായാലും ചേച്ചി വാ, നമുക്ക് പോവാം. നീ പോയി നമ്മുടെ റൂമിന്റെ മേശക്കകത്ത് നിന്ന് വീണ്ടും താക്കോലെടുത്തിട്ട് വാ. ഞാൻ അപ്പോഴേക്കും മുടിയൊന്ന് കെട്ടട്ടെ. അതും പറഞ്ഞുകൊണ്ട് തന്നെ തിരിഞ്ഞെന്ന് മുടി കെട്ടാൻ തുടങ്ങി മീനാക്ഷി. കിച്ച് താക്കോലെടുത്ത് വരുമ്പോഴേക്കും മീനാക്ഷി തലമുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞിരുന്നു. ശേഷം അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വീടും പൂട്ടി അവർ ഷൂട്ടിംഗ് കാണാൻ പോയി. തന്റെ ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്കുള്ള ആദ്യ ചൂടുവെപ്പ് അവിടെ ആരംഭിക്കുകയാണെന്ന് അറിയാതെ കായലിന് കുറുകെയുള്ള ചെറിയ വഴിയിലൂടെ കിച്ചുവിന്റെ കൈയും പിടിച്ച് നടക്കുകയായിരുന്നു മീനാക്ഷി. ഇളം കാറ്റ് വീശുന്നുണ്ട്. അതിനനുസരിച്ച് അവളുടെ മുടിയിഴകൾ പാറി പറക്കുന്നു. എന്റെ ചേച്ചി ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നാൽ നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരു നേരാവും. ചേച്ചി സിനിമയിലെ നായികയൊന്നുമല്ല, നായകൻ കാത്തിരിക്കാൻ. മീനാക്ഷിയോടായി കിച്ച് പറയുമ്പോൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൾ. എടാ, ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാലേ രാവിലെ തുടങ്ങിയ വൈകുന്നേരവും തീരാൻ. പോരാത്ത ഈ നായകന്റെ നായികയുടെ ഒക്കെ ചാടി എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല വരുന്നു. പിന്നെ നിനക്കൊരു കൂട്ടായിക്കോട്ടെന്ന് കരുതിയാ. നടപ്പിനിടയിൽ കിച്ചുവിനെ കൂസാതെ തന്നെ മീനാക്ഷി പറഞ്ഞു. ഈ പറയുന്ന നായകരെയും നായികയൊക്കെ ഗമ ചേച്ചിക്കാ താല്പര്യം. പിന്നെന്തിനാ വന്ന് വീട്ടിലൊന്നുള്ളായിരുന്നോ? ചേച്ചിയുടെ നായകൻ തൊഴുത്തിലെ പശുക്കളും നായിക കോഴികളല്ലേ? ദേശക്ക കൂടുതൽ വെളച്ചിലെടുത്താണ്ടല്ലോ. ഈ കായലേക്ക് ഒറ്റ തള്ളങ്ങ് തള്ളും ഞാൻ. അതോടെ തീരും നിന്റെ നാവിന്റെ നീളം. എന്നെക്കാളും നാവിന്റെ നീളം ചേച്ചിക്കാ. നോയിക്കോ, ചേച്ചിയൊക്കെ കെട്ടാൻ പോകുന്ന ഒരു മുടിഞ്ഞ ജാടക്കാരനാവും. അധികം സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ജാടക്കാരൻ. അവൻ ചേച്ചി കൂടെ ഞാൻ വരപ്പിക്കും. ഒന്നും മിണ്ടാൻ പോലും പറ്റാണ്ട് ചേച്ചി ജീവിക്കും. എന്റേതേ കരിനാക്ക ദേ കണ്ടോ? പറഞ്ഞുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ നേർക്ക് നാക്ക് നീട്ടി കാണിച്ച് കിച്ചു. ഓ ആയിക്കോട്ടെ, ആ ജാടക്കാരനെ കൊണ്ട് ഞാൻ എന്റെ തൊഴുത്തിൽ അമ്മണിയെ കുളിപ്പിക്കും. നീ നോയിക്കോ. കുളിപ്പിക്കും. കാത്തിരുന്ന് കാണാലോ. നീ കണ്ടോ, ഇപ്പൊ വേഗം നടക്കാൻ നോക്ക്. പോകുന്ന വഴി ആ വറീതിന്റെ കടയിൽ കയറണം. എന്നെ 40 മുട്ടയുടെ കാശ് തരാനുണ്ട്. അയ്യോ, ഈ ചേച്ചി കൂടി ഞാൻ തോറ്റു. മുട്ടയുടെ കാശ് വാങ്ങി നമ്മളങ്ങ് എത്തുമ്പോഴേക്കും ഷൂട്ടിംഗ് തീർന്ന് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടാവും. പേടക്കാ നിക്കിയേക്ക ആരും പോയിട്ടുണ്ടാവില്ല. പോകുന്ന വഴി വാങ്ങുന്ന കാര്യമുള്ളൂ. ഒരു 5 മിനിറ്റ് കാര്യം. ഈ ചേച്ചി കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിറുപിറുത്തുകൊണ്ട് നടന്ന് കിച്ച്. ഓരോന്നും പറഞ്ഞും ചിരിച്ചും നടന്നവർ ഇരുവരും കായലിന് കുറുകെയുള്ള റോഡും കടന്ന് മെയിൻ റോഡിലേക്ക് കയറി. പോകുന്ന വഴി തന്നെയാണ് വറീതിന്റെ പച്ചക്കറി കട. മേഴ്സി ചേച്ചി, ചേട്ടനില്ലേ? പച്ചക്കറി കടയുടെ മുന്നിലെത്തിയതും വറീതിന്റെ ഭാര്യ മേഴ്സി കടയുടെ ഉള്ളിൽ നിൽക്കുന്നാണ്ട് മീനാക്ഷി വിളിച്ചു ചോദിച്ചു. ഇല്ല മീനുട്ടി, ഇന്ന് പാടത്ത് ഷൂട്ടിംഗ് അല്ലേ, അത് കാണാൻ പോയി. എനിക്ക് കാല് മേലാത്തോണ്ടാ പോകാൻ ഞാൻ. അല്ല മീനുട്ടി, നീ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? ആ, പോകുന്ന വഴി ചേച്ചി. എന്നാ വേഗം ചെല്ല്. ഞാനിപ്പോ ഇച്ചാനെ വിളിച്ചിരുന്നു. ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞത്. ഏതോ പാട്ടിന്റെ രംഗാണത്രേ. പാടത്താ ഡാൻസേ. ഈ നാട്ടുകാര് മുഴുവൻ അവിടെ. അതുകൊണ്ട് പോലീസൊക്കെ ഉണ്ടെന്നാ കേട്ടത്. ആണോ? അപ്പൊ നല്ല തിരക്കായിരിക്കും അല്ലേ? അതേ മീനുട്ടി, നല്ല തിരക്കാ. കയറ് കെട്ടിയിട്ട് ആളുകൾ നിയന്ത്രിച്ചിരിക്കുന്നു. സിനിമ നടൻ സിദ്ധാർത്ഥ നടി ചാർമിയുണ്ടെന്നാ കേട്ടത്. എനിക്ക് നിക്കാൻ വരായിട്ടാ പോകാഞ്ഞ്. അല്ലേ ഞാനും പോയേനെ. ആണോ? അപ്പൊ പിന്നെ എന്റെ ചേച്ചി വിശേഷം പറഞ്ഞൊക്കെ പിന്നീടാവും. ചേച്ചി ഒന്ന് വരാൻ നോക്ക്. എല്ലാം കണ്ടു നിൽക്കിച്ച് ധൃതി കൂട്ടിയതും മേഴ്സിയോട് യാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് നടന്നു മീനാക്ഷി. നെൽപ്പാടത്തിന്റെ ഞാറ് നടാനുള്ള സ്ഥലത്താണ് ഷൂട്ടിംഗ്. കിച്ചുവും മീനാക്ഷി അവിടെ എത്തുമ്പോൾ ഒരു ജനസാഗരമാണ് കണ്ടത്. ജനക്കൂട്ടം കണ്ടതും രണ്ടാളും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കിപ്പോയി. ഒടുവിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി മുൻപന്തിയിൽ കയറി മുന്നിലായി തന്നെ നിന്നു. കയറിന്റെ അപ്പുറത്ത് പോലീസും അല്ലാതെയുള്ള വോളണ്ടിയേഴ്സും ഹാൻഡ് ചെയിൻ ഉണ്ടാക്കി നിൽപ്പുണ്ട്. എന്നാലും കുത്തിഞ്ഞെരിഞ്ഞ് മുൻപന്തിയിലെത്തിയോണ്ട് കാഴ്ച മുഴുവനായും കാണാൻ പറ്റും. ഞാറ് നടാത്ത ചെളിയിലുള്ള പാടം. അവിടെ ഞാറ് നടന്നാണ് സീനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറച്ചധികം സ്ത്രീകൾ മേക്കപ്പ് ഒക്കെ ഇട്ട് അവരുടെ വേഷമായ ലുങ്കിയും ബ്ലൗസും തോർത്തേക്കിട്ട് റെഡിയായി നിൽപ്പുണ്ട്. കുറച്ചു മാറി ചെളിയുടെ മുകളിലായി ഡയറക്ടർ എന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തി തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കുറച്ചധികം പേപ്പേഴ്സ് നോക്കി ആരോടൊക്കെയോ നിർദ്ദേശം കൊടുക്കുന്ന തിരക്കിൽ നിൽക്കുന്നു. അല്പം മാറി പാടത്തേക്ക് ഫോക്കസ് ചെയ്ത ക്യാമറയും പിടിച്ച് ക്യാമറാമാനും അസിസ്റ്റൻസും ഉണ്ട്.
ഒന്നല്ല, പാടത്തിന്റെ 4 വശത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. മീനാക്ഷി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ സിദ്ധാർത്ഥിനെയും ചാർമിയാണ് തെരഞ്ഞെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ വരുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ അവിടെ തന്നെ നിന്നു. ഡയറക്ടർ സച്ചിദാനന്ദൻ അന്ന് ഷൂട്ട് ചെയ്യേണ്ട സ്റ്റോറി ബോർഡ് അടങ്ങുന്ന പേപ്പർ ചെക്ക് ചെയ്ത് ചെയറിലിരിക്കുകയായിരുന്നു. അന്നേരമാണ് ക്യാമറമാൻ രഞ്ജിത്ത് അടുത്തേക്ക് വന്ന്, ആ രഞ്ജിത്ത് ഇരിക്കെ. അയാളെ കണ്ടുവിടെ തന്നെ ഡയറക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു. അയാൾ ചൂണ്ടിക്കാണ് ചെയറിലേക്ക് ചെറിയൊരു പുഞ്ചിരിയോടെ ഇരുന്ന് രഞ്ജിത്ത്. സാറ് നല്ല വെയിലാന്നതിന് മുമ്പ് ഈ ഷോട്ട് കംപ്ലീറ്റ് ചെയ്യണം. സിദ്ധു സാറ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനാ രഞ്ജിത്തെ, അവനൊക്കെ തോന്നുന്ന സമയത്ത് വരുമ്പോൾ അതൊക്കെ നമ്മൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തണം. അല്ലെങ്കിൽ ഒരു പക്ഷേ സിനിമയെ വേണമെന്ന് പറഞ്ഞു പോയേക്കും. നടന്മാർക്കൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ സ്റ്റാർ വാല്യൂ ആയ പ്രൊഡ്യൂസറൊക്കെ അവൻ്റെയൊക്കെ അടിമപണി ചെയ്യേണ്ടി വരും. അവൻ്റെയൊക്കെ മൂഡ് സ്വിംഗ് മനസ്സിലാക്കി നിൽക്കേണ്ടി വരും. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഡിമാൻഡുള്ള നടന്നതിന്റെ ഹുങ്ക സിദ്ധാർത്ഥ മേനോൻ സഹിച്ചേ പറ്റൂ. അല്ലാണ്ട് എന്ത് ചെയ്യാം? ദേഷ്യം അമർഷം നിറഞ്ഞ ഭാവത്തിൽ ആരോടൊന്നില്ലാതെ പറഞ്ഞു പോയി ഡയറക്ടർ സച്ചിദാനന്ദൻ. സർ, സിദ്ധു സാറിന്റെ അക്കോമഡേഷൻ എവിടെയായിരുന്നു? ഇപ്പൊ സാർ എത്തിയിട്ടുണ്ടോ? ആലപ്പുഴയിൽ തന്നെ ഏറ്റവും നല്ല റിസോർട്ടിലാണ് റൂം അറേഞ്ച് ചെയ്ത്. സാർ ഇതുവരെ എത്തിയിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോൾ ഇപ്പോൾ കൂടി സാറിന്റെ PA പിള്ളയെ വിളിച്ചേ ഉള്ളൂ. റിസോർട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ എന്ന് അറിഞ്ഞു. എന്ത് ചെയ്യാനാ, വെയിറ്റ് ചെയ്തില്ല പറ്റൂ. നടി ചാർമി വന്നിട്ട് മണിക്കൂറൊന്ന് കഴിഞ്ഞു. കാറിൽ വെയിറ്റ് ചെയ്യുക. ഇറങ്ങണ്ടെന്ന് ഞാനാ പറഞ്ഞു. കണ്ടില്ല ആൾക്കൂട്ടം. ഇതിനിടയിൽ നടിയെ കണ്ട എല്ലാം കൂടെ വയലൻ്റാകും. കൂകി വിളിയും ബഹളമൊന്നും കേൾക്കാൻ പറ്റിയ മൂലല്ല ഞാൻ. എങ്ങനെയെങ്കിലും ഈ സീനൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയെന്നായി. സിദ്ധു സാറിനപ്പോൾ കോസ്റ്റ്യൂമിനും മേക്കപ്പിനൊക്കെ ഇനിയും സമയം എടുക്കില്ലേ? ഇല്ല രഞ്ജിത്ത്, രാവിലെ തന്നെ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ സാറ് താമസിക്കുന്ന റിസോർട്ടിൽ പോയി. അതുകൊണ്ട് മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി തന്നെ സാറ് വരുന്നു. വന്നിട്ട് ഷോട്ട് എടുക്കാം. ഡാൻസ് അല്ലേ സർ, സ്റ്റെപ്സ് ഓടിക്കണ്ടേ? അങ്ങനെ വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല രഞ്ജിത്ത്. നായിക, അതായത് ചാർമിയ വർക്കേഴ്സ് ഞാറ് നടാൻ പഠിപ്പിക്കുന്നു. 1-2 ഞാറ് ചാർമി കൊത്തുന്നു. അതുകൊണ്ട് സിദ്ധു സാർ, അതായത് നമ്മുടെ നായകൻ സന്ദീപ്, കാമുകി അലീനെ ഒന്ന് എടുത്ത് ഉയർത്തി വട്ടം കറങ്ങി നിർത്തുന്നു. ആ കറങ്ങുന്ന സീന് അത് മുഴുവൻ കിട്ടണം കേട്ടോ. അതുപോലെ സന്ദീപിന്റെ അലീനയുടെയും ഫേഷ്യൽ എക്സ്പ്രഷനും ഹാപ്പിനെസ്സും. ചാർമി റെഡിയായിട്ട് കാറിൽ നിൽപ്പുണ്ട്. നോർമൽ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് വേഷം. സന്ദീപിന് മുണ്ടും ഷർട്ടും. സിദ്ധു സാറാക്കി ഇട്ട് റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. എത്ര ഉടനെ ഷൂട്ട് ചെയ്യാം? ഒരല്പം കൂടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു സാർ. ഇതിപ്പം മണിക്കൂർ എത്രയും നമ്മൾക്ക് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മേക്കപ്പ്മാനും ഹെയർ സ്റ്റൈലിഷും കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ കൃത്യം 8 മണിക്ക് എത്തിയതാ റിസോർട്ടിൽ. സിദ്ധു സാർ ഉറക്കിണീറ്റ് വർക്കൗട്ട് കഴിഞ്ഞ് വന്ന സമയം 9:30 പറഞ്ഞു. അതുകൊണ്ടാ ഇത്രയും ലേറ്റ്. സിനിമ ആശിച്ചും മോഹിച്ചും നടക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാരാണ് നമ്മുടെ രാജ്യത്ത്. പക്ഷെ അവർക്കാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യ സിദ്ധു സാറിന് കിട്ടിയത്. ബിസിനസ്സുകാരൻ വാസുദേവ മേനോന്റെ മകന്റെ ലുക്ക് കണ്ട് അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് നിർമ്മിച്ച ആൽബം സോങ്ങിൽ അഭിനയിക്കാൻ സിദ്ധു സാറിനെ വിളിച്ചു. അന്ന് സിദ്ധു സാറ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സിദ്ധു സാറിന് ആൽബം സോങ്ങിൽ അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ സാറിന്റെ അച്ഛൻ വാസുദേവ മേനോന്റെ നിർബന്ധം കാരണം സാർ അഭിനയിച്ചു. ആൽബം സോങ് ഹിറ്റായെന്ന് മാത്രമല്ല, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. അതോടുകൂടി സിദ്ധു സാറിന്റെ ഗ്രാഫ് മാറി. ഒറ്റ ഉയർച്ചയായിരുന്നല്ലോ. ആയിടക്കല്ലേ സാറിന്റെ അച്ഛൻ. വല്ലാത്തൊരു ഇൻസിഡന്റ് ആയിരുന്നു അതെന്നാ കേട്ടത്. പാവം, മകന്റെ ആദ്യത്തെ സിനിമ റിലീസിന്റെ 2 ദിവസം മുമ്പാ സാറിന്റെ അച്ഛൻ മരിച്ച്. സൂപ്പർ ഹിറ്റായ സിനിമ കാണാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. സത്യം പറഞ്ഞ അദ്ദേഹം കാരണം സിദ്ധു സാർ സിനിമയിലേക്ക് വന്നു. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് നല്ലൊരു നടനെ കിട്ടിയത്. പക്ഷേ മകന്റെ വളർച്ച അച്ഛന് കാണാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു സർ സിദ്ധു സാറിന്റെ അച്ഛൻ്റെ അസുഖം? ഹാർട്ട് അറ്റാക്ക് പോലായിരുന്നു? അല്ല രഞ്ജിത്ത്, ഇറ്റ്സ് എ മർഡർ. നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ കൊന്ന്. സാർ? അതെ രഞ്ജിത്ത്, സിദ്ധു സാറിന്റെ ആദ്യ സിനിമ റിലീസിംഗിന്റെ 2 ദിവസം മുന്നേ ആയിരുന്നു ആ ഇൻസിഡന്റ്. സാറിന്റെ വീട്ടിലെ ഡ്രൈവറായിരുന്നു പ്രതി. പണത്തിന് വേണ്ടി ചെയ്ത എന്നുവെച്ചാ വളരെ നല്ലൊരു മനസ്സിനുടമയായിരുന്നു വാസുദേവ മേനോൻ എന്ന ബിസിനസ്സുകാരൻ. ഭാര്യ ദേവിക മേനോൻ, മകൻ സിദ്ധാർത്ഥ മേനോൻ, സന്തുഷ്ട കുടുംബം, ആവശ്യത്തിലേറെ സ്വത്തുക്കൾ. സിനിമ തന്നെ ആയില്ലായിരുന്നെങ്കിൽ സിദ്ധു സാർ ഓട്ടോമാറ്റിക്കലി ബിസിനസ് രംഗത്തേക്ക് പോയേനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സാറിന്റെ വീട്ടിൽ ജോലി അന്വേഷിച്ച ഒരാൾ വന്ന്. അയാളുടെ പാവത്തെല്ലാം കേട്ടപ്പോൾ വാസുദേവൻ സാർ അയാൾ ഡ്രൈവറായി ജോലിക്കെടുത്തു. പോകെ പോകെ വാസുദേവൻ സാറിന്റെ വിശ്വസ്തനായ ഡ്രൈവറായി മാറിയ വന്നവൻ. എത്രയോ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിലും വാസുദേവൻ സാറിന് പ്രിയ അവനോട് മാത്രമായിരുന്നു. അതവൻ മുതലെടുത്തു. ഒരു ദിവസം രാത്രി ഓഫീസിൽ തിരികെ വന്നായിരുന്നു. വാസുദേവൻ സാറിന്റെ കയ്യിൽ 50 ലക്ഷം രൂപ അടങ്ങുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നാണ് കേട്ടത്. അടുത്ത ദിവസം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട കാശ് അത് തട്ടിയെടുക്കാൻ വേണ്ടിയാ അവൻ വാസുദേവ സാറിനെ കൊന്നു. വഴിയരികിൽ കാറ് നിർത്തി നെഞ്ചിൽ കത്തി കുത്തിയിറക്കി പെട്ടിയായിട്ട് അവൻ കടന്നു. റോഡിലൂടെ പോയ യാത്രക്കാർ ആരോഗ്യ ചേർന്നാണ് ചോരയിൽ കുളിച്ചേർന്ന വാസുദേവ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. സിദ്ധു സാറും ദേവിക മേഡമൊക്കെ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ അവസാന മൊഴിയായി വാസുദേവൻ സാർ പറഞ്ഞു അത്രേ, ചതിച്ച ഡ്രൈവറാണെന്ന്. എന്നിട്ട് അയാൾ കണ്ടെത്തിയില്ലേ? ഇല്ല, അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ കഥയിൽ അവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അയാൾ വാസുദേവ സാറിനോട് പറഞ്ഞ പേര് ഉൾപ്പെടെ നുണയായിരുന്നു. കൊടുത്ത ID കാർഡ് വരെ വ്യാജമായിരുന്നു. സിദ്ധു സാറ് പറഞ്ഞ അറിവൊക്കെ വെച്ച് രേഖാചിത്രം വരച്ച് കുറേയേറെ അന്വേഷണങ്ങൾ നടത്തിയതാ. പക്ഷെ ഫലമുണ്ടായില്ല. വാസുദേവ സാറിന്റെ ആ വിയോഗം ദേവിക മാഡത്തെ വല്ലാതെ തളർത്തി. മാനസികമായിട്ട് അവർ തളർന്നുപോയി. ഒപ്പം സൂയിസൈഡിന് ശ്രമിച്ചു. എന്നിട്ട് വളരെയധികം ആവേശത്തോടെ തന്നെ രഞ്ജിത്ത് ചോദിച്ചു.
കൈഞ്ഞേരം മുറിച്ച് രക്തം വാർന്ന് ബാത്റൂമിൽ കിടന്ന മേഡത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ലേറ്റായി. ഒരുപാട് ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ജീവൻ തിരിച്ചിട്ടി, പക്ഷേ കഴുത്തിന് താഴേക്ക് തളർന്നുപോയി. ഇന്നിപ്പോൾ ജീവനറ്റ ഒരു ശവം പോലെ സിദ്ധു സാറിന്റെ വീട്ടിലൊരു മുറി സംസാരശേഷി പോലില്ല കിടപ്പുണ്ട അമ്മ. തനിക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ സിദ്ധു സാർ ഷൂട്ടിന് വരാതെ ഡെസ്പായിട്ട് കാരവാനിലിരുന്ന രംഗം? അതിന് കാരണം അറിയാം എനിക്ക്. എന്താ സാർ? ഫിക്സ്. സാറിന് അമ്മയ്ക്ക് ഇടയ്ക്കിടെ ഫിക്സ് വരണമെന്നാണ് കേട്ടത്. മാഡത്തെ നോക്കാൻ നിൽക്കുന്ന ആ സ്ത്രീ ആ വിവരം വിളിച്ചു പറഞ്ഞോണ്ടാ സിദ്ധു സാർ ഇന്നലെ ഷൂട്ടിന് പോലും വരാതിരുന്നു. ഇത്ര ചെറുപ്രായത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ജനമനസ്സുകൾ ആരാധിക്കുന്ന നടനായിട്ടും മനസ്സമാധാനമില്ല സാറിന്. സതിൽ സിദ്ധു സാർ അച്ഛന്റെ മരണശേഷമാണ് ഇത്ര ദേഷ്യക്കാരനായെന്നാണ് കേട്ടത്. കരിയറിൽ വെച്ചടി കയറ്റം മാത്രം. ഒത്തിരി ഉയരങ്ങളിലെത്തി കഴിഞ്ഞ 7 വർഷം കൊണ്ട്. പക്ഷേ ജീവിതത്തിൽ സാർ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അച്ഛന്റെ വിയോഗം അമ്മയുടെ അവസ്ഥയൊക്കെ സാറിന് വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് സാർ ഈ പുറമെ കാണിക്കുന്ന ദേഷ്യമൊക്കെ വെറും മുഖം മൂടിയാണെന്ന്. ആരോടും വലിയ അടുപ്പം കാണിക്കാതെ, ആരെയും ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം ആരോടും കൂടുതൽ സംസാരിക്കാത്ത പോലും ജീവിതത്തിലുണ്ടായ നീറുന്ന അനുഭവങ്ങൾ കൊണ്ടാണ്. സാറിന്റെ അസിസ്റ്റന്റ് അരവിന്ദൻ പിള്ള സിദ്ധു സാറിന്റെ ചെറുപ്പം മുതൽ ആ വീട്ടിലുള്ളതാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് ആ പിള്ളയോട് മാത്രം ഒരൽപ്പം അലിമ സ്നേഹം കാണിക്കുന്നുണ്ട്. അല്ലാതെ മറ്റാരോടും സാറിന് ഒരു തരത്തിലുള്ള സ്നേഹമില്ല, അറ്റാച്ച്മെന്റും ഇല്ല. ആരുടെ കഷ്ടതകൾ കണ്ടാലോ കേട്ടാലോ സാറിന്റെ മനസ്സ് അലിയുകയില്ല. അതാണ് സിദ്ധാർത്ഥ മേനോൻ. ഒരു കണക്കിന് നോക്കിയാൽ സിദ്ധു സാറിന്റെ ഭാഗത്ത് ന്യായമുണ്ട് സാർ. വിശ്വസിച്ച് കൂടെ കൂട്ടിയൊരുത്തൻ ചതിച്ചതും അത് കാരണം സ്വന്തം കുടുംബം നശിച്ചതൊക്കെ സാറിന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഒരു പ്രേമത്തിൽ പോലും കുടുങ്ങാതെ സാറിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. യുവനടിമാരും അല്ലാതെയുമായിട്ട് എത്ര അധികം ആരാധകരുണ്ടായിട്ടും ആരോടും തന്നെ സാറിന് അടുപ്പമില്ല. സാറിന്റെ അച്ഛന്റെ ആഗ്രഹം എന്നോണം സിനിമയിൽ നിൽക്കുന്നു, അത്ര തന്നെ. അതേ രഞ്ജിത്ത്. വാസുദേവ് മേനോന്റെ മകന് സിനിമയില്ലെങ്കിൽ ലക്ഷറായിട്ട് തന്നെ ജീവിക്കാൻ കഴിയുന്ന അറിയാൻ സിദ്ധു സാറിന്. രഞ്ജിത്തിനോട് സച്ചിദാനന്ദം പറയുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കണ്ടവർ ഓടിപ്പാഞ്ഞ് അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. സർ, സിദ്ധു സാർ എത്തി. ചിരിയോട് അയാൾ പറഞ്ഞു. സച്ചിദാനന്ദൻ രഞ്ജിത്തും പെട്ടെന്ന് തന്നെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. കറുത്ത BMW X7 പിൻ സീറ്റ് പിള്ള തുറക്കുമ്പോൾ കറുത്ത ഷർട്ടും വെള്ള കസവും മുണ്ടും ധരിച്ച സിദ്ധു പുറത്തേക്ക് ഇറങ്ങി. അവനെ കണ്ടതും കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് തികഞ്ഞ ഹർഷാരവും ആർപ്പുവിളികളും ഉയർന്നിരുന്നു. പലരും ആവേശത്തോടെ കയറിടന്ന് മുന്നോട്ട് വരാനും മറ്റും ശ്രമിച്ചെങ്കിലും പോലീസും വോളണ്ടിയേഴ്സ് അവരെ തടഞ്ഞു. സിദ്ധാർത്ഥ് ആവേശത്തോടെ കൈവീശി കാണിച്ചുകൊണ്ടാണ് കിച്ചു പറഞ്ഞ്. അതേസമയം മീനാക്ഷിയുടെ കണ്ണുകൾ സിദ്ധാർത്ഥിലേക്ക് ആഴ്ന്നിറങ്ങി.